നേതാക്കന്മാർ മുസ്ലിം ലീഗിലുണ്ട്. എന്റെ പ്രസിഡന്റ് ആക്കാതിരുന്നത് സാദിഖലി തങ്ങളല്ലേ പ്രസിഡന്റ് ആക്കി. അള്ളാഹ് ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആമീൻ പറയുന്നു. അദ്ദേഹത്തെക്കാൾ രാഷ്ട്രീയ നിപുണന്മാരായ പാർലമെന്റിൽ ഉജ്ജ്വലമായി സംസാരിക്കുന്ന കേരള നിയമസഭയിൽ ഏതു കൊടുങ്കാറ്റിലും അടിയുലയാത്ത പൈമരം പോലെ നിൽക്കുന്ന നേതൃകരിമ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ടായിട്ട് പൂക്കോയ തങ്ങളുടെ മകന് വീണ്ടും സാരഥ്യത്തിലെത്തിയത് എന്തുകൊണ്ടാണ്? അബോധം ഇന്നും ആ പാർട്ടി മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നതുകൊണ്ടാണ്. അത് ചെറുപ്പക്കാർക്ക് ഉണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞത്. വയസ്സായവർക്കൊക്കെ ഉണ്ട്, ചെറുപ്പക്കാർക്ക് ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാക്കി വീട്ടിൽ പോയിട്ട് ആലോചിച്ചാൽ മതി. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇവർ നമ്മുടെ വഴികാട്ടികളാണ്. നമുക്ക് കടലിലേക്ക് പോയ ഒരു വഞ്ചിക്കാരൻ ഇപ്പോഴല്ല, ഇപ്പൊ കോമ്പോസ് ഉണ്ട്, ഇപ്പോ മൊബൈലിലൊക്കെ സംവിധാനമുണ്ട്, ലൈറ്റ് ഹൗസ് ഉണ്ട്. പണ്ട് അങ്ങനെയല്ല. 50 അടിയൊക്കെ നോട്ടിക്കൽ മൈൽ കടലിന്റെ ഉള്ളിലേക്ക് പോയാൽ തിരിച്ചു വരാൻ പറ്റൂല. 4 ഭാഗവും കടലാണ്. അപ്പോൾ നക്ഷത്രങ്ങളെ നോക്കിയിട്ടാണ് മുക്കുവന്മാർ തീരത്തേക്ക് വഞ്ചി അടുപ്പിച്ചിരുന്നത്. മൊറോക്കക്കാരനായ ഒരു ലോക സഞ്ചാരിയുണ്ട്, ഇബ്നു ബത്തൂത്ത. എന്നെ അത്ഭുതപ്പെടുത്തിയ, ഇൻസ്പയർ ചെയ്യിച്ച ഒരു ട്രാവലറാണ് അയാൾ. ആശയത്തോട് വിയോജിപ്പുണ്ടെങ്കിലും ഇബ്നു ബത്തൂത്ത നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. അറബിക്കടലിന്റെയും ചെങ്കടലിന്റെയും കരിങ്കടലിന്റെയും ചാവുകടലിന്റെയും അലറിയൊഴുകുന്ന തിരമാലകൾക്ക് മുകളിലൂടെ പാതിരാത്രിയുടെ ഇരുളിൽ ഒറ്റക്ക് ഒരു പായക്കപ്പലിൽ ലോകം കണ്ട മനുഷ്യനാണ് ഇബ്നു ബത്തൂത്ത. അയാൾ എങ്ങനെ സഞ്ചരിച്ച് മൊബൈൽ വെച്ചിട്ട് നക്ഷത്രങ്ങളെ നോക്കിയിട്ടാണ്. ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട് നക്ഷത്രങ്ങളെ കുറിച്ച്, നക്ഷത്രങ്ങൾ വഴി കാണിക്കുമെന്ന്, തങ്ങന്മാർ നമുക്ക് വഴി കാണിക്കുമെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. എന്റെ സയ്യിദന്മാർ, എന്റെ കുടുംബം ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയാണ്. അപ്പൊ ആരിഫീങ്ങൾ പറഞ്ഞു, എന്റെ റസൂലുള്ളാഹ് നക്ഷത്രത്തോട് തന്റെ കുടുംബത്തെ ഹോമിച്ചു വഴി കാണിക്കും. ശിഹാബ് തങ്ങൾ വഴി കാണിച്ചില്ലയോ? എത്രയോ വലിയ പ്രശ്നങ്ങളിൽ ശിഹാബ് തങ്ങൾ വഴി കാണിച്ചില്ലേ ഹബീബേ? സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ വഴി കാണിച്ചില്ലേ ഹബീബേ? പൂക്കോയ തങ്ങൾ വഴി കാണിച്ചില്ലേ ഹബീബേ? ബാഫഖി തങ്ങൾ വഴി കാണിച്ചില്ലേ ഹബീബേ? അംബുറം തങ്ങൾ വഴി കാണിച്ചില്ലേ ഹബീബേ? നക്ഷത്രങ്ങളാണവർ. രണ്ടാമത് മഹാന്മാര് പറയാണ്, നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകത അലങ്കാരമാണ്. ഖുർആൻ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ നക്ഷത്രങ്ങളെ കൊണ്ട് ആകാശത്തെ അലങ്കരിച്ചു എന്ന്. എവിടുന്ന് പാണക്കാട്ടെ ഒരു കുട്ടി ഇറങ്ങിപ്പോയില്ലേ? നിങ്ങളൊരു പരിപാടി വെച്ചാല്, മീറ്റിംഗ് കൂടിയാല് എല്ലാരും പറയും, ആരാ ഉദ്ഘാടകൻ? പറയും, ആരാ ഉദ്ഘാടനം ചെയ്യേണ്ടത്? പറയുന്നു, പാണക്കാടുന്ന ഒരാൾ വേണം അല്ലേ? നിങ്ങളുടെ വീടിരിക്കുകയാണ്, ആരാണ് അതിലേക്ക് വരേണ്ടത്? പാണക്കാടുന്ന ഒരാൾ വരണം. സമ്മേളനമാണ്, തിരൂർ മേഖലാ സമത്തയുടെ സമ്മേളനമാണ്. ആരാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്? പാണക്കാടുന്ന ഒരാൾ വേണം. ഹൈദരലി തങ്ങളെ കിട്ടുമോ? തിരക്കാണ്. നവീന് സാദിഖലി തങ്ങള് മൂപ്പർക്കും തിരക്കാണ്. നവീന് മുന്നവർ അലി തങ്ങള്. അവസാനത്തെ ഒരു കുട്ടിയെങ്കിലും കിട്ടാൻ വേണ്ടി കൊതിക്കൂല്ലേ നിങ്ങള്? ഇതാ ഇവിടേക്ക് ഇപ്പൊ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വരികയാണെന്ന് സങ്കല്പിക്ക്. മരണപ്പെട്ടു പോയ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളല്ല, മുത്തുമോൻ മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ മകനാണ്. ചെറിയ കുട്ടിയാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് എന്ന് പറയുന്ന കുട്ടി. 10 താഴെ വയസ്സുള്ള കുട്ടി ഈ സദസ്സിലേക്ക് ഇവിടെ വരികയാണ്. ഈ സ്റ്റേജിലേക്ക് നിങ്ങളൊന്ന് നോക്ക്. നിങ്ങളുടെ ഈ മേഖലയിലെ സമത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരായ ഉലമാക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ സദസ്സിന്റെ അങ്ങേറ്റത്ത് ഇവിടെ ഉദ്ഘാടനം ചെയ്തു പോയ തങ്ങളുടെ അഭിവന്ദരായ ഉസ്താദ് ശൈഖുനായിരിപ്പുണ്ട്. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഈ കുട്ടി ഇങ്ങോട്ട് കയറി വന്നാല് എഴുന്നേൽക്കില്ലേ ഈ സദസ്സ്? എഴുന്നേൽക്കില്ലേ? പറമുമിനിങ്ങളെ എഴുന്നേൽക്കില്ലേ? ഇനി ഇവര് മാറി നിൽക്കട്ടെ. ഇവിടെ ശംസുൽ ഉലമയുണ്ട് എന്ന് കരുതുക. 4 പതിറ്റാണ്ട് കാലം സമത്വ അമര നായകത്വം നൽകിയ അറിവിന്റെ ബഹറേ, വിലായത്തിന് ഇൽമു കൊണ്ട് അല്ലാഹു മറച്ച
മഹാനെ ശംസുൽ ഉലമ വേദിയിലിരിക്കുന്നുണ്ട്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് എന്ന 10 വയസ്സിന് താഴെയുള്ള കുട്ടി ഈ സദസ്സിലേക്ക് വന്ന വയോവൃദ്ധനായ ശംസുൽ ഉലമ എഴുന്നേറ്റ് നിൽക്കില്ലേ? പറ പറ, എഴുന്നേറ്റ് നിൽക്കോ? പറ. അലങ്കാരമാണ് തങ്ങന്മാർ, അലങ്കാരമാണ്. നമ്മുടെ ഒരു അലങ്കാരമാണ് നഷ്ടപ്പെട്ടു പോയത്. ഹൈദരലി തങ്ങള് മുസ്ലിം കേരളത്തിന്റെ പ്രതീകമായി മറ്റു രാഷ്ട്രീയക്കാരുടെ മുന്നില്, എന്തിന് മറ്റ് എല്ലാ കക്ഷികളുടെ മുന്നിലും അഭിമാനത്തോടെ നമുക്ക് വെക്കാനുള്ള പ്രതീകമാ സയ്യിദ് ഹൈദരലി ശിഹാബ്. ഉയരം കുറഞ്ഞ ഒരു മനുഷ്യൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ഫ്ലക്സിലേക്ക് പോലും നോക്ക്, അത് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോയല്ല. എപ്പോഴും ഹൈദരലി തങ്ങളുടെ ചുണ്ടിൽ ഒരു പതിവിരിയുന്ന ഒരു പാരിജാതപ്പൂ പോലെ ഒരു പുഞ്ചിരി ഇങ്ങനെ വിരിയാൻ മടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്ന് ഓർത്തു നോക്കിയേ, നിങ്ങൾ കണ്ട നിമിഷം നിങ്ങൾ ചിലപ്പോൾ ലീഗിന്റെ വേദിയിലാകും കണ്ടുണ്ടാകുക, ചിലപ്പോൾ സമസ്തയുടെ വേദിയിലാകും, ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു പരിപാടിയിലാകും, ചിലപ്പോൾ പാണക്കാട്ട വട്ടമേശക്ക് പിറകിലായിരിക്കും. എപ്പോഴും ഹൈദരലി ശിഹാബ് തങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി. ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൾ വിടർത്തുന്ന റൈഹാൻ പൂവിതൾ പോലെ ഒരു പുഞ്ചിരി. ആള് ചിരിക്കൊക്കെ ചെയ്യുമെങ്കിലും ഭയങ്കര നിലപാടിന്റെ ആളായിരുന്നു കേട്ടോ. ലാസ്റ്റ് പറയാന്ന് കരുതി ബാക്കി പെടേ പറയാം. കണ്ട ചിലർക്ക് സങ്കടം വന്നിട്ടുണ്ട് ഓർത്തപ്പോ. അലങ്കാരമായിരുന്നില്ലേ തങ്ങളും പാപ്പ? ഇല്ലാതെയാകുമ്പോഴാണ് എത്രമേൽ വലിയ അപരിഹാര്യമായ നഷ്ടമാണ് എന്ന് ഓർക്കുക. പക്ഷെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, വ്യക്തിപരമായ നഷ്ടമല്ല കേട്ടോ, ഒരു സമുദായത്തിന്റെ നഷ്ടമാണ് ഹൈദരലി ശിഹാബ് തങ്ങൾ. കാരണം അത് ആകാശത്തെ നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചു എന്ന് പറഞ്ഞതുപോലെ ഭൂമിയിലെ നക്ഷത്രങ്ങളാണ് ആലു മുഹമ്മദ്. അതിലൊരു നക്ഷത്രമാണ് കൊഴിഞ്ഞു പോയത്. തങ്ങളൊരു അലങ്കാരമായിരുന്നു അല്ലേ ഉമ്മനികളെ? ഹൈദരലി ശിഹാബ് തങ്ങളോ മേലേക്ക് ഇന്ത്യക്കുമ്പോ ഭയങ്കരമായി മാറും. ശിഹാബ് തങ്ങൾ നമുക്ക് ഓർക്കുമ്പോ തന്നെ അതിര് കടന്നൊരു വാക്കാവൂന്ന് എനിക്കറിയില്ല. ഒരു സഹാബിയെ പോലെ ജീവിച്ച മഹാ, കാരണം നമ്മൾ സഹാബിയെ കാണാം. ഒരു മനുഷ്യനോട് വെറുപ്പില്ലല്ലോ ഈ പാണക്കാട്, ദേഷ്യപ്പെടുക ചെയ്യും. എല്ലാവർക്കും തോന്നും പാണക്കാട് നിങ്ങൾ ഇന്ത്യയാണ്. നിസാർക്കായിരുന്നു പാണക്കാട് എന്നെ ഭയങ്കര പരിചയമായിരുന്നു, എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊരു സ്വാർത്ഥമായ സ്നേഹം പോലെ എനിക്ക് പോലും അങ്ങനെ അനുഭവപ്പെട്ടു. കോഴിക്കോട് ജില്ലയിലെ പാലൊളി എന്ന് പറയുന്ന പ്രദേശത്ത്, പാലൊളി അങ്ങോട്ട് നാടല്ല, പാലൊളിയോട് ജുമാ മസ്ജിദ് ഉദ്ഘാടനത്തിന് 4 വർഷം മുമ്പാണ് ഹൈദരലി തങ്ങൾ ഈ ദേഹാസ്വസ്യം തുടങ്ങിയ ഒരു സമയത്താണ് ഇരുന്നിട്ടാണ് അന്ന് പ്രസംഗിച്ചത്. അന്ന് ഞാൻ പ്രസംഗിച്ച പ്രസംഗം അവരുടെ വഫാത്തിന് ശേഷം വൈറലായിട്ടുണ്ട്. ശംസുൽ ഉലമ സോപ്പ് വാങ്ങിയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടവരത് കൈവരിച്ച കേട്ട്. അപ്പൊ ഇനി ഭൂരിപക്ഷം കേൾക്കാത്തവരായതുകൊണ്ട് ഒന്നുകൂടി പറയാം. ഒന്നുകൂടി പൊക്കി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചിലവർ ഞാൻ പറയാൻ വേണ്ടിയിട്ട് പൊക്കാതിരുന്നു. ഞാൻ പറയാം. എനിക്ക് ലിസ്റ്റ് വരുന്നതിനനുസരിച്ച് ഞാൻ പറയാം. ലിസ്റ്റ് വന്നാൽ ഞാൻ നിർത്തും, അല്ലെങ്കിൽ ഇന്ന് പുലരുന്നവരെ പറയും. ഇവിടുന്ന് പോകുമ്പോൾ 10 ഉറുപ്പ്യ ഹൈദരലി ശിഹാബ് വാങ്ങാത്തത് നഷ്ടമാണ് നമുക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് മൂല്യന്മാര് വാങ്ങില്ല, എല്ലാരെയും കുറിച്ചല്ല. തൃശ്ശൂർ ജില്ല മൂല്യന്മാരെ കുറിച്ചാണ് പറഞ്ഞ് എനിക്ക് വന്ന പോലെ തിരിച്ചു പോകണം. നിങ്ങളെ കുറിച്ചല്ല, നാടന്മാരുണ്ടല്ലോ, പച്ച നാടന്മാര്, അവർ ഹൈദരലി തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വീട് പണിക്ക് ചെന്നതാണ്, കയ്യിൽ പൈസ ഇല്ല. തങ്ങൾ ദ്വയായിരുന്നു, ഞങ്ങളുടെ ദ്വയൊക്കെ നമുക്കറിയില്ല, അൽഫാത്തിയ ഒറ്റ ചോയ. പക്ഷെ ഈ പാണക്കാട് തങ്ങന്മാരും നാവരും ഭയങ്കര അത് ഞാൻ പറഞ്ഞ തീയാന്ന്. സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങളാണെങ്കിൽ പോലും ഞാൻ എല്ലാ ദിവസവും പറയുന്നത്, ചെറുപ്പക്കാർക്ക് മനസ്സിലാവും, ഞാൻ മൂപ്പരെ പേരെടുത്തിട്ട് തന്നെയാണ് പറഞ്ഞത്. ആ മൂപ്പരൻ കടലാസിൽ അലിഫ് ബാത്താന്ന് എഴുതിയാൽ പോലും അത് പവർഫുള്ളാണ്. നിങ്ങളത് പൊളിറ്റിക്കലായി ഞാൻ പ്രസംഗിക്കുന്നത് കാണരുത്. ഞാൻ ഒരു ദിവസം തുറന്നു നോക്കിയാകുമ്പോൾ അലിഫും പാകുന്നില്ല, മറ്റു വരച്ചൊക്കെ. പക്ഷെ ഭയങ്കര പവറാണ്. ഇതൊരു നിയോഗദീപ്തിയുടെ വർത്തമാനകാലത്തിന്റെ പ്രതീകമാണെന്ന് ഞാൻ അലങ്കാരത്തിന്
കരുതി പറഞ്ഞതല്ല. എല്ലാ അനുഭവ സാക്ഷ്യങ്ങളും ചില രഹസ്യ കാര്യങ്ങൾ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കറാമത്ത് ദിവസം നയിക്കുന്ന ശൈലി ഒന്നാമത്തെ അവസ്ഥക്കാർക്കില്ല. കറാമത്ത് പറയുന്നുണ്ടല്ലോ, വെറുതെ ഒരാളെങ്ങനെ ഇങ്ങനെ ആക്കി പൊക്കി പറയണ്ടല്ലോ. പൊതുവിൽ നിങ്ങൾ ഞാൻ മനസ്സിലായിക്കോളും, പാണക്കാട്ട് ഒരു ചെറിയ കുട്ടിക്ക് പോലും അപാരമായ നോയുണ്ട്. വല്ലാഹി അത് ഞാൻ സമസ്തക്കാരനായതുകൊണ്ട് മാത്രം പറഞ്ഞതൊന്നുമല്ല, ഉറപ്പിച്ചു വിശ്വസിച്ചു. 10 ഉറുപ്പ്യ കൈതലിൽ തങ്ങളിൽ നിന്ന് കിട്ടിയവരൊക്കെ ഒന്ന് കൈ ഒന്നിച്ച കാണിച്ചു. 10 എത്ര പൈസയായാലും നുണ പറയണ്ടോ, കുറ്റം കിട്ടും. ഒരു 10 ആള് താഴെ. മുഅ്മിനീങ്ങളെ നഷ്ടമാണ് കേട്ടോ, നഷ്ടമാണ്. നിങ്ങൾ ആ മനുഷ്യൻ എന്തിനു വേണ്ടി മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്ന് മാത്രം നിലക്ക് കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ. അത് വലിയ പദവിയാണ്, അത് അതിന്റെ വേദിയിൽ ഞാനത് പറയും. പക്ഷെ അങ്ങനെ മാത്രം കണ്ടുപോയി നമ്മൾ ചില ആൾക്കാർ. നോക്കുക, അദ്ദേഹം മരിച്ചിട്ടൊരു മുജാഹിദ് പ്രവർത്തകൻ, ഞാൻ പേരൊന്നും പറഞ്ഞില്ല, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അദ്ദേഹം ഒരു മുസ്ലിം ലീഗുകാരനാണ്. തങ്ങളെ കാണാൻ പോയപ്പോൾ ഒരു പൈസ കൊടുത്തു. ഇത് വർക്കത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാനതിനെ ചോദ്യം ചെയ്യാൻ പോകുന്ന ഒരാളല്ല. അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. വളരെ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരൻ കൂടിയാണ് എൻ്റെ സുഹൃത്താണ്. അപ്പോൾ സുഹൃത്താന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ ഫ്രണ്ടാന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വ്യക്തിപരമായി ഒരിക്കൽ പോലും നേരിട്ട് കാണുന്നു, സലാം പറഞ്ഞിട്ടില്ല. നിങ്ങളത് വിവാദമാണ്. അപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, തങ്ങൾ പൈസ തന്നു, ഞാനത് എടുത്തു വെച്ചു. അപ്പം അതിൻ്റെ അടിയിൽ വന്ന ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്യുക, വലിയ ആൾക്കാർ, എനിക്കും കിട്ടിയിട്ട് പൈസ, എനിക്കും കിട്ടിയിട്ട് പൈസ എന്ന്. SYSകാരല്ല, SKSFകാരല്ല, അല്ലാത്തവരും പൂശിയിട്ടുണ്ട്. നമ്മളതിനെ കളിയാക്കുക പരിഹസിക്കൊന്നുമില്ല കേട്ടോ, ഞാൻ അങ്ങനത്തെ ഒരു ശൈലിക്കാരനല്ല. ആ വിസ്ഡംകാരനും എല്ലാവരും പൂശിയിട്ടുണ്ട്. അപ്പോൾ പാണക്കാട് തങ്ങളെ അങ്ങനെ ആർക്കും അങ്ങോട്ട് എതിർക്കാൻ പറ്റാത്തൊരു പ്രതീകമായിരുന്നു. അതാ ഞാൻ പറഞ്ഞു, ഭയങ്കര പരിചയമായിരുന്നു, അലങ്കാരമായിരുന്നു. അതുകൊണ്ട് ഈ പരിപാടി കഴിഞ്ഞിട്ട്, ഈ പരിപാടി ആരെ സംഘടിപ്പിച്ചത്, ആരാണ്? സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി നാളെ ഒരു ബസ് വിളിക്കുക. 2 ബസ് വേണ്ട, ഒരു 3 ബസ്സെങ്കിലും വേണ്ടി വരും. സ്ത്രീകൾ വേണമെങ്കിൽ വേറെ ബസ്. നമ്മുടെ മഞ്ഞാനി ഭൂമിയോടുന്നു വേണ്ടല്ലേ, ഒരു 3 ബസ് വിളിച്ച് പാണക്കാട്ട് ഒരു ടൂറാണ് പോയിക്കോളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനിയിപ്പോ വേണ്ട, എനിക്ക് കറാമത്തിട്ട് മനസ്സിലായില്ലപ്പോ. ഞാൻ പറയണ അവർ പാസ്സാക്കി.